सबको जय मसीह की। मैं प्रभु का धन्यवाद देता हूँ कि एक ऐसा समय मिला कि आप सबके साथ ആരാധന करने का मौका मिला पहली बार. നിങ്ങളോടൊപ്പം ആരാധിക്കുവാൻ ഒരു അവസരം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मेरा नाम सैमसन के जॉय है. मैं लखनऊ से यूपी से हूँ. എൻ്റെ പേര് സാംസൺ കെ ജോയ് എന്നാണ്. ഞാൻ ലക്നൌവിൽ യുപിയിൽ നിന്നാണ്. पापा मम्मी केरला से हैं. पापा पास्टर है, लखनऊ में सेवकाई कर रहा है IPC से. എൻ്റെ പിതാവ് പാസ്റ്ററാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. പപ്പ ലക്നൌവിൽ IPC ചർച്ചിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. हम परिवार में हम तीन भाई है. एक बड़ा भाई, बीच में मैं और एक छोटा भाई. ഞങ്ങൾ കുടുംബത്തിൽ 3 സഹോദരന്മാരാണുള്ളത്. ഞാൻ അതിൽ നടുക്കത്തെ ആളാണ്. मैं प्रभु का धन्यवाद देता हूँ. मैं एक अचानक से प्रभु के दास ने टाइम दिया, उसके लिए मैं धन्यवाद देता हूँ. मेरे को आइडिया नहीं था, अभी जस्ट मेरे को बोला गया था. കർത്താവിൻ്റെ ദാസനോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പെട്ടെന്നാണ് സമയം നൽകിയത്. तो मेरे को कुछ आइडिया नहीं है मैं क्या बोलूँ, कुछ पता नहीं है. मैं बस अपनी एक छोटी सी समरी में टेस्टमनी देना चाहूँगा जो मेरे जीवन में जो हुआ है, जिससे मैं प्रभु की बुलाहट को समझाऊँ. ഞാൻ ചുരുക്കവാചകങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയാം, ഏത് വിധത്തിലാണ് ഞാൻ കർത്താവിൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞതെന്നുള്ളത്. जब मैं पैदा हुआ था मैं एक प्रीमेच्योर बेबी था. എൻ്റെ ജനന സമയത്ത് ഞാൻ ഒരു പ്രീമെച്യൂർ ബേബി ആയിട്ടാണ്, കുഞ്ഞായിട്ടാണ് ജനിച്ചത്. मैं पैदा हुआ था तो मैं 1 किलो 100 ग्राम का था. एक चूहे जितना होता उस साइज़ का मैं जब पैदा हुआ था तब था. ഞാൻ ജനിച്ചപ്പോൾ 1 കിലോ 100 ഗ്രാം മാത്രമേ ഉള്ളായിരുന്നു. ഒരു എലി എങ്ങനെയാണുള്ളത് അത്ര വലുപ്പം എനിക്കുള്ളായിരുന്നു. मेरे को अभी हंसी आती है, पर उस टाइम डॉक्टरों ने बोला था, मम्मी पापा के पास लाके बोला आप इसको कचड़े में फेंक दो, ये 5 मिनट से ज़्यादा जिंदा नहीं रह पाएगा. ഡോക്ടർ ആ സമയത്ത്, ഇപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്, പക്ഷേ ഡോക്ടർ ആ സമയത്ത് പറഞ്ഞു ഈ കുഞ്ഞ് ജീവിക്കത്തില്ല, ഒരു 5 മിനിറ്റിൽ കൂടുതൽ ജീവിക്കത്തില്ല, നിങ്ങൾ ഈ കുഞ്ഞിനെ കളയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. तब मम्मी पापा ने दोनों ने एक बात बोली थी, अगर प्रभु ने दिया है 5 मिनट तो सही मेरे साथ रहेगा, जब बुलाया जाएगा प्रभु के पास जाएगा. എന്നാൽ മാതാപിതാക്കൾ പറഞ്ഞു, കർത്താവ് തന്നതാണെങ്കിൽ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഞങ്ങളുടെ കൂടെ ഇരിക്കും, ഞങ്ങളോടൊപ്പം ഉണ്ടാകും, കർത്താവ് വിളിക്കുമ്പോൾ പോകട്ടെ എന്ന് പറഞ്ഞു. 2-3 साल तक मैं मेरे चारों तरफ हीटर में मैं रखा जाता था, इंक्यूबेटर में, कि गर्मी में मेरे को रखा जाता था कि मेरा ग्रोथ हो, मैं बढ़ूँ थोड़ा. 2-3 साल 2-3 വർഷം എന്നെ ഇൻക്യുബേറ്ററിലായിരുന്നു വെച്ചിരുന്നത്. कि मैं बढ़ूँ. मैं तब भी कम था, हाइट नहीं बढ़ता था, मैं बच्चे जैसा लगता था. साल बढ़ गया था तब भी एकदम बच्चे जैसा लगता था. वो तो जब 2012 में जब हम लोग ने यूपी में आए तब भी मैं छोटा ही था. मैं 6th क्लास में था, तो कोई मेरे को देख के बोल नहीं पाता था मैं 6th क्लास में हूँ. 2012 ഞങ്ങൾ യുപിയിൽ വന്ന സമയത്ത് ഞാൻ 6ാം ക്ലാസ്സിലാണ്. അന്ന് എന്നെ കാണുന്നവരൊരിക്കലും പറയത്തില്ല ഞാൻ 6ാം ക്ലാസ്സിൻ്റെ പഠിക്കുന്നൊരു കുട്ടിയാണെന്ന്. വളരെ ഞാൻ സൈസിൽ ചെറുതായിരുന്നു, എനിക്ക് വളർച്ചയില്ലായിരുന്നു. उसी के कुछ जब यूपी में हम लोग कुछ महीनों बाद पता नहीं अचानक से मैं मोटा हो गया और लंबा हो गया. യുപി വന്ന ശേഷം പെട്ടെന്ന് എനിക്ക് വണ്ണം വെച്ചു, എനിക്ക് ഹൈറ്റ് വെച്ചു. वो मेरे को भी नहीं पता, मेरे घर वालों को भी नहीं पता. मेरे घर में सबसे मोटा मैं हूँ. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടുകാർക്കും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്, ആർക്കും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വണ്ണമുള്ള ആൾ ഞാനാണ്. पहले मैं 6 में पढ़ने वाला नहीं लगता था. अब उसके बाद मैं जब 6 में पढ़ता हूँ सबको लगता है कि मैं 10th 12th में पढ़ता हूँ. ആളുകൾക്ക് ആദ്യം മനസ്സിലാകത്തില്ലായിരുന്നു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെന്ന്. എന്നാൽ അതിനുശേഷം ആളുകൾ ചോദിക്കാൻ തുടങ്ങി, നീ 10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. उसके बाद मेरे जीवन में बहुत सी परेशानियाँ आई. फिर जब मैं छोटा सा था, हमारे जब हम झारखंड में रहते थे वहाँ एक फास्टिंग प्रेयर चल रहे थे. എൻ്റെ ജീവിതത്തിൽ അതിനുശേഷം പല വിധത്തിലുള്ള പരിശോധനകൾ വരുവാനിടയായി തുടർന്നു. ഞാൻ പിന്നീട് ഞങ്ങൾ ജാർഖണ്ഡിൽ താമസിക്കുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. तो पूरा ऑल क्रिश्चियंस ऑर्गेनाइजेशंस मिल के थे. तो उस टाइम पापा लोग सब बाहर गए हुए थे. मैं छत पे 2nd फ्लोर पे बैठा हुआ था, बालकनी में था मैं. ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ചേർന്നുള്ളൊരു ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. പാപ്പ അവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ റൂഫിൻ്റെ മുകളിൽ 2nd ഫ്ലോറിൽ മുകളിൽ ഇരിക്കുകയായിരുന്നു. बच्चे सब अंदर थे, सब हम लोग खेल रहे थे. मैं बाहर बालकनी में, हमारे बालकनी के बाहर एक पेड़ है काजू का. ഒരു പറങ്കിമാവിൻ്റെ ഒരു മരം ഞങ്ങളുടെ ബാൽക്കണിയുടെ വെളിയിലുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ മുകളിൽ കളിക്കുകയൊക്കെയായിരുന്നു. तो मैं सोचा कि मैं थोड़ा सुपरमैन बनता हूँ. मैं उसको तोड़ने के चक्कर में मैं थोड़ा आगे बढ़ा
मैं गमले में खड़ा था, मैं गमला फिसल के मैं सेकंड फ्लोर से नीचे गिर गया. ഞാൻ ഒരു ചെടിച്ചട്ടിയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ പറങ്കിമാവിൽ നിന്ന് എന്തോ പറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഒരു സൂപ്പർമാനെ പോലെ ഞാൻ ഒന്ന് കളിക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ എൻ്റെ കാല് വഴുതി ഞാൻ താഴേക്ക് വീണു. मैं नीचे गिरा, मैं पूरा मेरा सर फटा, खून से लथपथ. मेरे को इतना याद है, मेरे नीचे वाले भैया आए, वो मेरे को आके देखे, वो चिल्लाए, मेरे को उतना याद है. उसके बाद फिर मैं ब्लैकआउट हो गया पूरा. ഞാൻ താഴെ വീണു. എനിക്ക് ഇത്രമാത്രം ഓർമ്മയുണ്ട്. എൻ്റെ അയൽവക്കത്തുള്ള ഭയ്യ വന്നിട്ട് ഒത്തിരി ബഹളം വെച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ ബോധം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. उस टाइम मम्मी लोग थी, आंटियाँ घर पे थी, तो वो लोग ने, उनको पता चला, हड़बड़ी में सब हुआ, तो पापा लोग बाहर थे. हम लोग फिर डिस्ट्रिक्ट हॉस्पिटल गए, वहाँ पे गवर्नमेंट कॉलेज. ആ സമയത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നു. उस टाइम हम लोग मेडिसिन नहीं लेते थे, अभी भी बहुत कम लेते हैं. ആ സമയത്ത് ഞങ്ങൾ മെഡിസിൻ ഉപയോഗിക്കുന്ന അതല്ലായിരുന്നു, മെഡിസിൻ ഉപയോഗിക്കത്തില്ലെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. ഈ കാലത്ത് ഞങ്ങൾ വളരെ കുറച്ച് മെഡിസിൻ ഉപയോഗിക്കത്തുള്ളൂ. तो जब मैं गिरा था, मेरा ये हाथ अलग हो गया था, रबर बैंड की तरह हो गया था. വീണ കാരണത്താൽ എൻ്റെ ഇടത് കൈയുടെ റിസ്റ്റ് കുഴ തെറ്റി അത് റബ്ബർ ബാൻഡ് പോലെ ലൂസായി തീരുവാനിടയായി തീർന്നു. मेरा एक आँख पूरा ब्लैक हो गया था, जैसे बाहर निकल गया, पूरा काला पड़ गया था. എൻ്റെ ഒരു കണ്ണ് മുഴുവൻ കറുത്തുപോയി, അത് പുറത്തേക്ക് തള്ളി വരുവാനിടയായി തീർന്നു. और मेरे सर में फ्रैक्चर हुआ था. എൻ്റെ തലയോട്ടിയിൽ ഫ്രാക്ചർ ഉണ്ടായി. तो उस टाइम हम लोग हॉस्पिटल में गए थे, हमारे वहाँ फैमिली डॉक्टर थे, वो भी क्रिश्चियन थे. ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അവിടെ ഉണ്ട്. അദ്ദേഹം ക്രിസ്ത്യൻ തന്നെയാണ്. तो उस टाइम बहुत सीरियस कंडीशन में था. तब मम्मी पापा ने एक बात बोला था कि हम इसको दवाई वाई कुछ मेडिसिन नहीं कराएंगे, कोई इंजेक्शन कुछ नहीं. മാതാപിതാക്കൾ പറഞ്ഞു ഇവന് ഞങ്ങൾ ഇഞ്ചക്ഷനോ മരുന്നോ ഒന്നും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. आप बस इसका पट्टी बांध दीजिए, हाथ में प्लास्टर डाल दीजिए, मैं इसको घर लेके जाऊंगा. ഇവന് പ്ലാസ്റ്റർ ഇട്ടാട്ട് തലയിൽ അത് ഡ്രസ്സ് ചെയ്താട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. उसके बाद हम घर में गए. घर में मैं बेहोश था. वो लोग प्रार्थना कर रहे थे, तो मैं फास्ट प्रेयर में सब जुड़ के प्रार्थना कर रहे थे, मेरे को बीच में रखे. तब मैं अचानक से होश में आया. എന്നെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ഞാൻ ബോധമറ്റവനായി കിടക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ നടുവിൽ എന്നെ വെച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ തന്നെ പെട്ടെന്ന് എനിക്ക് ബോധം വരുവാനിടയായി തീർന്നു. 1-2 हफ्ते के अंदर जब मैं सैटरडे के दिन 1 हफ्ते के बाद मेरे को मन से आया कि मेरा जो हाथ का प्लास्टर है वो सही हो गया है. प्रभु ने मेरे से बात की. 1-2 ആഴ്ചകൾക്ക് ശേഷം എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടി. എൻ്റെ കൈയുടെ പ്ലാസ്റ്റർ മാറ്റാൻ കാരണം എൻ്റെ കൈക്ക് ബലം വന്നിരിക്കുന്നു എന്ന് എനിക്കൊരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നു. मैं दौड़ के पापा के पास गया. पापा को बोला. पापा ने डांटने लगा, बोला जिद करने लगा. मैं जिद करके रोने लगा. मैं बोला मेरे को खुलाना है, नहीं तो मैं खुद जाके कैंची से या चाकू से खोल दूंगा. പപ്പായുടെ അടുക്കൽ ചെന്നിട്ട് ഞാൻ വളരെ വാശി പിടിച്ച് പറഞ്ഞു ഇപ്പോൾ തന്നെ ഈ പ്ലാസ്റ്റർ മാറ്റണം. പപ്പ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, വാശി പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ ഈ പ്ലാസ്റ്റർ മാറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ പോയി വല്ല കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റർ കണ്ടിച്ച് കളയുമെന്ന് പറഞ്ഞു. जब हम डॉक्टर के पास गए, डॉक्टर ने बहुत डांटा, चिल्लाया पापा लोग के ऊपर. ഡോക്ടറുടെ അടുക്കൽ ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഡോക്ടർ പപ്പായുടെ മേൽ ഒത്തിരി ദേഷ്യപ്പെട്ടു. तब मैंने बोला कि प्रभु ने मेरे मन में डाला है, मेरा हाथ चंगा हो गया, तो अब मैं प्लास्टर लेके नहीं घूमूंगा. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ സൗഖ്യമായിരിക്കുന്നു, അതുകൊണ്ട് പ്ലാസ്റ്റർ എടുത്തുകൊണ്ട് ഞാൻ ഇനി നടക്കത്തില്ല. मैंने प्लास्टर खोला. मेरा हाथ बिल्कुल सही था. कोई देख के बता नहीं पाएगा कि टूटा था, कुछ था. എൻ്റെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തു. ഞാൻ എൻ്റെ കൈ എക്ദം നല്ല രീതിയിലായിരുന്നു. ആരും പറയില്ല എൻ്റെ കൈ ഒടിഞ്ഞതാണെന്ന്. तब सैटरडे रात को सोते टाइम प्रभु ने गवाही दी. मैंने संडे को बोला, प्रभु मेरा चरवाहा, प्रभु मेरा रखवाला, कोई घट्टी मुझे नहीं होगी. അന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ദൈവം എനിക്കൊരു വചനം തന്നു. അടുത്ത ദിവസം ഞാനത് സാക്ഷ്യം പറഞ്ഞു, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്ക് ഒരു കുറവും വരികയില്ല. उसके बाद जीवन में और परेशानी आई. मेरे नाना जी झारखंड में आए हुए थे हमारे साथ रहने के लिए. അതിനുശേഷം ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു. ഞങ്ങളുടെ വല്യപ്പച്ചൻ, അമ്മയുടെ പപ്പ, ജാർഖണ്ഡിൽ ഞങ്ങളോട് കൂടെ താമസിക്കുവാൻ വന്നു. वो भी छोटी उम्र में था. उनको गर्म पानी में खौलते हुए गर्म पानी में नहाने की आदत थी. എൻ്റെ ചെറിയ പ്രായത്തിലാണ് അത് സംഭവിച്ചത്. എൻ്റെ വല്യപ്പച്ചന് ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവമുണ്ട്. तो एक बड़ा सा टब था, उसमें गर्म पानी भरा हुआ के रखा हुआ था, खौलता हुआ. ഈ ഒരു വലിയ ടബിൻ്റെ അകത്ത് ചൂടുവെള്ളം നിറച്ചു വെച്ചിരുന്നു. और मेरे को उस टब में कूद के नहाने की आदत थी.
എനിക്ക് എപ്പോഴും ആ ടബിൽ വെള്ളം ഇരിക്കുന്ന കണ്ടല്ല അതിനകത്ത് ചാടി കുളിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. तो मेरे को नहीं पता था गर्म पानी है, मैं जाके उसमें कूद गया. എനിക്ക് മനസ്സിലായില്ല അത് പിന്നെ ചൂടുവെള്ളമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് ചാടി കുളിച്ചു. तो इसीलिए मैं काला हो गया, नहीं तो मैं पहले बहुत गोरा था. അതുകൊണ്ടാണ് ഞാൻ കറുത്തുപോയത്. നേരത്തെ ഞാൻ ഒത്തിരി വെളുത്തതായിരുന്നു. तो वो मेरा पूरा शरीर जल गया था. एक इंसिडेंट वो भी मेरे जीवन में हुआ. എൻ്റെ ശരീരം മുഴുവൻ പൊള്ളി. അത് മറ്റൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ. 6 महीने मेरे पूरे शरीर में इन्फेक्शन था, जिससे पस निकलता था, बदबू आती थी. 6 മാസം എൻ്റെ ശരീരം മുഴുവൻ ഇൻഫെക്ഷൻ ആയിരുന്നു. അതിൽ നിന്ന് സ്മെല്ല് വെളിയിൽ വരുമായിരുന്നു. मेरे बोर्ड एग्जाम्स के टाइम मेरा ट्रक से एक्सीडेंट हुआ था. मैं ट्रक के नीचे आ गया था. ബോർഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഒരു ട്രക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ട്രക്കിൻ്റെ കീഴിൽ പോയി. ऐसी बहुत सी टेस्टमनी है. मैं बस इतना कहना चाहूँगा, अगर प्रभु ने आपको चुना है, अगर प्रभु ने आपको चुना है, तो आपकी कोई भी परेशानी हो, कोई भी आपत्ति हो, आप डरना नहीं, क्योंकि वो सबसे प्रभु हमें निकालेगा. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഒത്തിരി ഉണ്ട് പറയാനാണെങ്കിൽ. എന്നാൽ ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ദൈവം നിങ്ങളെ നിലനിർത്തും. चाहे कोई भी परेशानी हो, शैतान जितना भी चाल चल ले, आप जितना भी आप प्रभु से छोड़ के भटक भी जाओगे, पर वो आपका हाथ कभी नहीं छोड़ेगा. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ സാത്താൻ എന്തും ചെയ്യട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ കരം വിട്ട് ദൂരെ പോയാലും കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. तो वो हमारे ऊपर है. हम जितनी जल्दी उसकी बुलाहट को सुन ले, उतना हमारे जीवन के लिए अच्छा और फायदा है. കർത്താവ് നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ലതിനു വേണ്ടിയാണ്. അത് നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയാണ്. बहुत से ऐसे भी समय आए हैं कि मेरा विश्वास, मैं कभी पीछे चला गया, प्रभु से दूर चला गया, तब भी उसने मेरा हाथ नहीं छोड़ा. जीवन में ऐसी ऐसी परेशानी आई, तकलीफ़ें आई, उसने कभी हाथ नहीं छोड़ा. हर एक मुसीबत से बचा के रखा. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ കർത്താവിൽ നിന്ന് ദൂരെ പോയ, കർത്താവിൻ്റെ കൈവിട്ട അനുഭവങ്ങളുണ്ട്. വലിയ പ്രതിസന്ധികളിലൂടെ പോയ അനുഭവങ്ങളുണ്ട്. अभी धन्यवाद देता हूँ. मैं पिछले साल प्रभु की अगुवाई हुई थी. प्रभु ने मेरे से बात किया था, तो मैं आगे बाइबल कॉलेज के लिए जाना चाह रहा हूँ. കഴിഞ്ഞ വർഷം കർത്താവ് എന്നോട് സംസാരിപ്പാനിടയായിത്തീരുന്നു. അടുത്ത വർഷം ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. इस साल मैं अब देख रहा हूँ, मैं ट्राई कर रहा हूँ. मैं जॉब करता हूँ, सीए हूँ. वो सब साइड में रखते हुए प्रभु जैसा चाहता है, उसकी इच्छा, उसकी मर्जी पूरी हो. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. എന്നാൽ അതൊക്കെ സൈഡിൽ വെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. मैं धन्यवाद देना चाहूँगा एक और बार पास्टर अंकल, उनके पूरे परिवार, ये पूरा चर्च का ऐसा समय मेरे को दिया. ഞാൻ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും സഭയോടുമുള്ള നന്ദി പറയുന്നു. प्रेज द लॉर्ड. പ്രൈസ് ദി ലോർഡ്.